ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് ഒരു പാൽപ്പായസവും പിന്നെ ഒരു നട്ട്സ് വെച്ചിട്ട് ഒരു ചപ്പാത്തിയും. അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പ് റവയാണത്. ഞാനൊരു ചെറിയ കപ്പിൽ 50 ml കപ്പാണത്. അതിലൊരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. അത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പാല് 1/2 ലിറ്റർ പാൽ, നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല കൊഴുപ്പുള്ള പാൽ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇത് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റീം വരുന്ന സമയത്ത് ഇതിൽ ഈ പാത്രത്തിൻ്റെ അകത്തേക്കൊന്ന് ഈ പാലിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പാല് പൊങ്ങി വരാതെ ഇരിക്കാൻ സഹായിക്കും. അത് നമുക്ക് കുക്കർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ നല്ല ചെറിയ റവയാണ് എടുത്തത്. നിങ്ങൾക്ക് മീഡിയം റവയാണ് എടുത്താലും മതിയാകും. ഏത് റവ വേണമെങ്കിലും, വലിയ റവയും വേണമെങ്കിലും എടുക്കാം. ഗോതമ്പ് റവ നമ്മൾ പൊടിയരിയൊക്കെ എടുക്കുന്ന പോലെയുള്ള സൈസിലെടുത്താലും നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിത് അടുപ്പത്ത് വീണ്ടും വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര 2.5 മുതൽ 3 കപ്പ് വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ചെറുതീയിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ഗോതമ്പ് പായസം, പാൽപ്പായസം റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. ഇപ്പോൾ നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ ചപ്പാത്തി. നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 15 ബാദാം ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിലേക്ക് കാഷ്യൂ ഒരു 12 എണ്ണം ചേർത്തിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാൻ ശർക്കര പൊടിച്ചിട്ടും ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പൊടി വാങ്ങാൻ കിട്ടും. അങ്ങനെയാണ് ഞാൻ ചേർത്തത്. 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ലൊന്ന് മിക്സായി കിട്ടും. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടി. പിന്നെ ഇതിലേക്ക് ഒന്ന് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 നുള്ളോ എല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് യോജിപ്പിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി മാവ് മുമ്പ് നമ്മൾ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഇടുന്ന ഉപ്പിനേക്കാൾ കുറച്ച് കമ്മിയായിട്ട് ഇട്ടാൽ മതിയാകും ഉപ്പ്. എന്നിട്ട് നമുക്കത് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവ്. അപ്പോൾ അതിലേക്ക് ഈ ഉരുളകൾ നമ്മൾ അതിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തി മാവ് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്ത ശേഷം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് ആ ഉരുളകൾ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. തലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ചപ്പാത്തി വേണമെങ്കിൽ വലുതാക്കി ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്, മീഡിയം സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായ ദോശക്കല്ലിൽ ഇട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയുള്ള ഒരു മധുര ചപ്പാത്തി റെഡിയാവും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പം ഈ 2 റെസിപ്പിയും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇത് നല്ല സ്വാദാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി 2 സൈഡും നല്ലപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഏകദേശം ഇത് റെഡിയാവാറായി.
ഇതിൽ നല്ല സ്വാദുള്ള ചപ്പാത്തി തന്നെയാണത്. നെയ്യിൻ്റെയും നട്ട്സിൻ്റെയും ഒക്കെ രുചി വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആണിത്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.